ഇന്ന് ഫുള്ളും ഡീപ്പ് ക്ലീനിങ്ങിന്റെ പണിയായിരുന്നു കേട്ടോ. രാവിലെ എണീറ്റപ്പോൾ തന്നെ വിചാരിച്ചു എല്ലാം ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എല്ലാം ഒന്ന് അടുക്കി പറക്കി വെക്കണമെന്ന്. അങ്ങനെ പഴയ ബാഗ് അരിച്ച് പറക്കിയപ്പോഴാണ് ഈ ഒരു ഫോട്ടോ ഫ്രെയിം കിട്ടിയത്. ഇത് അരന്തന്റെ വീട്ടിലെ റിസപ്ഷന്റെ ലുക്കാണ് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫോട്ടോയാണ്. അപ്പം ഞാൻ അതിനെ ഒന്ന് ഫ്രെയിം ചെയ്ത് വെച്ചു. അങ്ങനെ ഫുള്ളായിട്ട് അരിച്ച് പറക്കിയപ്പോൾ കുറേ സാധനങ്ങൾ കിട്ടി. അതിൽ നിന്ന് കിട്ടിയാണ് കേട്ടോ ഇതും. ഇതെന്റെ 18th ബർത്ത്ഡേക്ക് അരന്തന്റെ ഗിഫ്റ്റ് ചെയ്തതാണ്. പിന്നെ ഓരോന്നും ഓരോ സ്ഥലത്ത് ഇങ്ങനെ വെച്ച് മാറ്റിയിട്ടാണ് ഓരോന്നും ചെയ്തുകൊണ്ടിരുന്നത്. ഒരു സ്ഥലത്തെടുത്ത് വെക്കും, അതിനെ തന്നെ ഞാൻ വീണ്ടും എടുത്ത് മാറ്റും, വീണ്ടും അവിടെ നിന്ന് എടുത്ത് മാറ്റും. ഇങ്ങനെ കുറേ നേരത്തിന് ശേഷം എല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് പറ്റി. അങ്ങനെ അടുക്കി പറക്കിയപ്പോഴേ ഒരു ലൈറ്റിംഗ് കിട്ടിയത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ലൈറ്റ് ഇങ്ങനെ തൂക്കാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് എടുത്ത് മാറ്റും. അപ്പോൾ ഇന്ന് എനിക്ക് ഇങ്ങനെ വെക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം എടുത്ത് വെച്ചു. അങ്ങനെ ആ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് നേരെ കർട്ടൻ മാറ്റാനായിട്ട് പോയി. കുറേ ദിവസമായിട്ട് കർട്ടനൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് കർട്ടനും സോഫ കവറും എല്ലാം മാറ്റി. ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ സാഹസികമൊക്കെ കാണിക്കുള്ളൂ കേട്ടോ. എൻ്റെ സഹോദരൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ പിന്നെ ധൈര്യമായിട്ട് അങ്ങ് കയറി ഓരോന്നും ചെയ്തു. അങ്ങനെ ഏകദേശം ഒരു 2 മണിക്കൂറത്തെ കഠിനാധ്വാനത്തിന് ശേഷം എല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചോട്ടെ. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ആശ്വാസമായിരുന്നു. ഫുള്ളായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് ഒന്ന് ഡീപ് ക്ലീൻ ചെയ്യാനായിട്ട് ഏകദേശം ഒരു 2 മണിക്കൂർ എടുത്തു. പിന്നെ കുറച്ചേരം സോഫയിൽ റെസ്റ്റ് ചെയ്തു. എന്നെയും കാട്ടിലും ക്ഷീണമാണ് ഇവിടെ ചോക്കയ്ക്ക്. ഒരു ജോലിയും ചെയ്തില്ലെങ്കിൽ ഏറ്റവും ക്ഷീണം ചോക്കയ്ക്കാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുളിക്കാനായിട്ട് പോയപ്പോഴാണ് നൈക്കിയുടെ പാക്കേജ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ബ്രൈറ്റ്സിന് വേണ്ടി കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. ആകെ 3 സാധനമാണ് ഓർഡർ ചെയ്തത്. അതിന് ഒരു 6000 അടുപ്പിച്ച് വന്നു. പിന്നെ ഇതൊക്കെ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് ആ ഒരു വിഷമമൊക്കെ അങ്ങ് മാറി. വൈകുന്നേരം അമ്മ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇന്ന് ഒരുപാട് ജോലി ചെയ്തുകൊണ്ട് അമ്മ ബാക്കി എനിക്ക് തുണിയൊക്കെ മടക്കി വെച്ച് സഹായിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ സെറ്റ് മുണ്ടും കൊണ്ട് അമ്മ വന്നിട്ടുണ്ട്. നാളെ ഓഫീസിൽ പ്രോഗ്രാം എന്തോണം കേട്ടോ, ഓണത്തിൻ്റെ. അതിൻ്റെ പ്ലീറ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഉണ്ണി കോളേജിൽ നിന്ന് വന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കേക്ക് കഴിക്കാൻ തോന്നുന്നു. എനിക്ക് ഭയങ്കര സ്വീറ്റ് ക്രേവിങ്സ് ആണ് ഇപ്പോൾ. അതുകൊണ്ട് അവൾ ഈ ഒരു ചീസ് കേക്കും ഈ ഒരു ചോക്ലേറ്റ് കേക്കും വാങ്ങിച്ചു. പിന്നെ അവൾക്ക് മീറ്റ് റോളും എന്തൊക്കെയോ സാധനവും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും അത് കഴിച്ചു. പിന്നെ ഇന്ന് ചോക്കയ്ക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ദിവസം കൊണ്ട് വിചാരിക്കണം വാങ്ങിക്കണമെന്ന്. ഇന്നാണൊന്ന് പറ്റിയത്. ഈ ഒരു ബ്രഷ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ടോയ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഡീവേമിന്റെ മരുന്ന്, പിന്നെ ഷാമ്പൂ, പിന്നെ ഒരു കോളർ ബെൽറ്റ്. അതെല്ലാം പഴയതായതുകൊണ്ട് ഒരു പുതിയ കോളർ ബെൽറ്റ് വാങ്ങിച്ചു. പിന്നെ അല്ലാതെ ഒരു ബെൽറ്റ് വാങ്ങിച്ചു കേട്ടോ. പിന്നെ അവൾക്ക് കളിക്കാനൊക്കെ ഇട്ടുകൊടുത്ത് അവൾക്ക് നല്ലോണം ഇഷ്ടമായത്. പിന്നെ അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡാണ് കേട്ടോ, അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു മണി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എവിടെ പോകണമെങ്കിലും അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയൊക്കെയാണ് എനിക്ക് പോയത്.